ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പാൻ കാർഡ് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ പാൻ കാർഡ് ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് സൈറ്റ്സ് ഇവിടെ അവൈലബിൾ ആയിട്ട് കാണാം. ഈ ഏത് സൈറ്റിൽ കയറിയാലും പാൻ കാർഡ് ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ കറക്റ്റ് സൈറ്റ് സെലക്ട് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ചാർജസ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കുറേ ഫ്രോഡ് സൈറ്റ്സ് ഒക്കെ ആവും. അപ്പോൾ കറക്റ്റ് സൈറ്റ് തന്നെ നമ്മൾ കയറാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെ സൈറ്റിൽ കയറിയിട്ട് വേണം പാൻ കാർഡ് ആപ്ലിക്കേഷന് ഫോർവേഡ് ചെയ്യാൻ. കാരണം പാൻ കാർഡ് എന്തിനാണ്, നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ ട്രാൻസാക്ഷന് ഒരു കൺട്രോൾ വെച്ചിട്ട് അതൊന്നും ഇൻകം ടാക്സ് ഡീറ്റെയിൽസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പാൻ കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പാൻ കാർഡ് എന്താണ്, ഒരു പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ അല്ലെങ്കിൽ ഒരാളുടെ ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് ഈ പാൻ കാർഡ്. അപ്പോൾ ഓരോ ആൾക്കും ഓരോ പാൻ കാർഡ് വീതം എന്നുള്ള രീതിയിൽ ഒരു ആധാർ ഒക്കെ പോലുള്ള ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ID ആണ്. അപ്പോൾ ഇതാണ് സൈറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ നിന്ന് യൂസ് ചെയ്തിട്ട് കയറിയാൽ മതി സൈറ്റിലേക്ക്. പിന്നെ വരുന്നത് ഇവിടെ ആപ്ലിക്കേഷൻ ചാർജസ് വരുന്നത് ഇറ്റ്സ് 93 rupees. പിന്നെ ഈ ഹോം പേജിൽ അധികം ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല, നമുക്ക് നേരിട്ട് ആപ്ലിക്കേഷനിലേക്ക് പോവാം. ആപ്ലിക്കേഷനായിട്ട് ഹിയർ യു ക്യാൻ സി ഹിയർ ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്യാൻ ബി മെയ്ഡ് ഐദർ ത്രൂ NSDL പോർട്ടൽ. 2 പോർട്ടലായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, NSDL പോർട്ടലും UTI-TSL പോർട്ടലും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ NSDL പോർട്ടലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ NSDL പോർട്ടൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൺലൈൻ പാൻ ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇവിടെ അപ്ലിക്കേഷൻ ടൈപ്പ് ആദ്യം ചോദിക്കും. അപ്പം അപ്ലിക്കേഷൻ ടൈപ്പ് നമ്മൾ ന്യൂ പാൻ കാർഡ് ഇന്ത്യൻ സിറ്റിസൺ ആണല്ലോ, ന്യൂ പാൻ ഇന്ത്യൻ സിറ്റിസൺ ഫോം 49A ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനി ചേഞ്ചസ് വരുത്താനോ പാൻ കാർഡ് മിസ്സായി റീപ്രിൻറ്റ് ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ന്യൂ പാൻ കാർഡിനായിട്ട് ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. പിന്നെ വരുന്നത് കാറ്റഗറി സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ പാൻ കാർഡ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടുള്ള പാൻ കാർഡാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ സെലക്ട് ഹിയർ ഇൻഡിവിജ്വൽ പാൻ കാർഡ്. ഇനി ഒരു ഗ്രൂപ്പ്, ഒരു കമ്പനിക്കാണ്, ഒരു അസോസിയേഷനാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഫേമിനാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഇൻഡിവിജ്വൽ പാൻ കാർഡാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ബാക്കി നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ടൈറ്റിൽ ഇറ്റ്സ് ശ്രീമതി, കുമാരി എന്നൊക്കെ രീതിയിൽ ടൈറ്റിലും സർനെയിം, ഫസ്റ്റ് നെയിം ഇതൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ ലാസ്റ്റ് നെയിമാണ് ആദ്യം കൊടുക്കേണ്ടത്, പിന്നെ ഫസ്റ്റ് നെയിം ആ ഓർഡറിൽ തന്നെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്തും ഇമെയിൽ ID-യും മൊബൈൽ നമ്പറും തീർച്ചയായിട്ടും എൻ്റർ ചെയ്യണം. പിന്നെ വരുന്നത് ഇവിടെ ഒരു വെരിഫിക്കേഷൻ കോഡും എൻ്റർ ചെയ്തിട്ട് ഈ ചെക്ക് ബോക്സും ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് എന്ന് കൊടുത്താൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആദ്യം ഈ ഡീറ്റെയിൽസ്, പ്രൈമറി ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ ഒരു ടോക്കൺ നമ്പർ വന്നിട്ടുണ്ടാവും. And they say that we thank you for using online PAN application service of NSDL e-governance and your request is successfully registered with token number dash and the same has been sent to your email. നമ്മുടെ ഇമെയിലിലേക്ക് ഇതിൻ്റെ ഒരു കോപ്പി, ടോക്കൺ നമ്പറിൻ്റെ ഒരു കോപ്പി പോയിട്ടുണ്ടാവും. ഇനി ഈ ടോക്കൺ നമ്പർ എത്ര വരെ, നമ്മൾ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് അവർ 1 month ടൈമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ദിസ് വിൽ ബി വാലിഡ് ടിൽ ദ എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിനുള്ളിൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽസും കൂടി പാൻ ആപ്ലിക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ടോക്കൺ നമ്പർ നോട്ട് ചെയ്യുക, മെയിലിൽ വന്നിട്ടുണ്ടാവും. നൗ ലെറ്റ്സ് ക്ലിക്ക് ഹിയർ കണ്ടിന്യൂ വിത്ത് പാൻ ആപ്ലിക്കേഷൻ ഫോം. ഇനി പാൻ കാർഡ് ആപ്ലിക്കേഷന് നിങ്ങൾക്ക് കാണാം പേഴ്സണൽ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, AO കോഡ്, ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് എന്ന 5 സ്റ്റെപ്പായിട്ട് നമ്മുടെ പാൻ കാർഡ് ആപ്ലിക്കേഷൻ ഇവർ തിരിച്ചിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റൽ മെത്തേഡിലാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ഫസ്റ്റ് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ടുണ്ട്, സബ്മിറ്റ് ഡിജിറ്റലി ത്രൂ eKYC ആൻഡ് e-sign. പേപ്പർലെസ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്.
ആൻഡ് അടുത്ത ആയിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് വെദർ ഫിസിക്കൽ പാൻ കാർഡ് ഈസ് റിക്വയർഡ്, അതായത് നമുക്ക് കാർഡായിട്ട് കിട്ടണോ അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് മതിയോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ യെസ്, വി നീഡ് ഇറ്റ് ഇൻ എ കാർഡ് ലൈക്ക് ഫോം, അതുകൊണ്ട് യെസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫീസ് ഉണ്ടാവും ഇവിടെ. ഇവിടെ ഫീ പ്രോസസ്സിങ് ഇതാ നിങ്ങൾക്ക് കാണാം, ഫീ എത്ര വരും എന്നുള്ളത്. പിന്നെ വരുന്നത് നമ്മുടെ ആധാർ നമ്പറാണ് ആദ്യം തന്നെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആധാറിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ ഡയറക്റ്റ്ലി ഇവിടെ പാൻ കാർഡിലേക്ക് വരണോ. ദാറ്റ് മീൻസ് ഐ ഹിയർ ബൈ അഗ്രി ദാറ്റ് മൈ ഫോട്ടോഗ്രാഫ് അവൈലബിൾ ഇൻ ആധാർ ഷാൽ ബി പ്രിൻറ്റഡ് ഓൺ മൈ പാൻ കാർഡ്. അപ്പോൾ അത് ആധാറിൽ മതിയോ വേറെ വേണോ എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തത്. പിന്നെ വരുന്നത് നമ്മളെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള പേജാണ്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് പാരൻസ് നെയിം അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് പേജിൽ വരുന്നത് സോഴ്സ് ഓഫ് ഇൻകം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇൻകം സോഴ്സസ് ഒക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. പിന്നെ റെസിഡൻസ് ഓർ ഓഫീസ് അഡ്രസ് ആണോ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ആയിട്ട് എന്നുള്ളത് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റെസിഡൻസ് അഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. സിമിലർലി യു ക്യാൻ എൻ്റർ ഓഫീസ് അഡ്രസ് ഹിയർ. ദെൻ അടുത്തതായിട്ട് ടെലിഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ ID ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൊടുക്കുക. ഈ പോയിന്റ്സ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ്. ഇനി ഏരിയ കോഡ്, റേഞ്ച് കോഡ്, AO നമ്പർ ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യണം. ഇനി എന്താണ് ഈ ഏരിയ കോഡ് അല്ലെങ്കിൽ AO കോഡ്, റേഞ്ച് കോഡ് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം. ഇവിടെ തന്നെ ഒരു ഓപ്ഷൻ ഇതാ നിങ്ങൾക്ക് കാണാം. ഫോർ ഹെൽപ്പ് ഓൺ AO കോഡ് സെലക്ട് ഫ്രം ദ ഫോളോയിങ്. നമ്മൾ ഇതിൽ ഏത് കാറ്റഗറിയിലാണ് വരിക എന്നുള്ളത് സെലക്ട് ചെയ്യുക. Now select your state here. Select your place here. ഇനി ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേറ്റിൽ ഈ ഒരു സിറ്റിയിലുള്ള ഡീറ്റെയിൽസ് മുഴുവൻ ഇവിടെ ഒരു സ്ക്രോൾ ഡൗൺ ആയിട്ട് ഇവിടെ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏരിയ കോഡ്, AO ടൈപ്പ്, റേഞ്ച് കോഡ്, AO നമ്പർ എല്ലാ ഡീറ്റെയിൽസും ഇതാ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ഒരു ലിസ്റ്റ് ആദ്യം നോക്കിയിട്ട് നമ്മുടെ വാർഡ് എവിടെ വരുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നോക്കിയിട്ട് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഏരിയ കോഡ്, AO ടൈപ്പ്, റേഞ്ച് കോഡ്, AO നമ്പർ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ എന്ന് കൊടുത്തു, പിന്നെ സ്റ്റേറ്റും സിറ്റിയും കൊടുത്തു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വന്നു. ആ ഡീറ്റെയിൽ ആയി വന്നതിൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏരിയ കോഡ്, AO ടൈപ്പ്, റേഞ്ച് കോഡ്, AO നമ്പർ ഡീറ്റെയിൽസ് മുഴുവനും ഇവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്ര നോക്കിയാൽ മതി. ഈ തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ പെടുക എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പം അതിനനുസരിച്ച് ഈ സെക്കൻഡ് ഇവിടുന്ന് നമുക്ക് AO നമ്പറും ഡീറ്റെയിൽസും ഒക്കെ AO ടൈപ്പും ഒക്കെ ഇവിടുന്ന് എൻ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക. ഇത് ഏതിലാണ് നിങ്ങൾ പെടുക എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ആ AO നമ്പറും ഡീറ്റെയിൽസും എൻ്റർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ്. ഇനി നമ്മുടെ ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് വരുന്നത് ഇവിടെ ആധാർ കാർഡ്, ആധാർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ആധാർ ഫോട്ടോ തന്നെ മതി എന്നൊക്കെ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആധാർ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത്. ഇനി ഡിക്ലറേഷൻ വരുന്നുണ്ട്. നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ട് പ്ലേസ് ആൻഡ് ഡേറ്റ് ഈ ഡീറ്റെയിൽസും കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക.
ഇനി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്കായിരിക്കും പോകുന്നത്. അവിടെ റിക്വയർഡ് ആയ ഫീസ് പേ ചെയ്യുക. അത് നിയർലി ഒരു 100 റുപ്പീസ് വരും. ആ ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിജിറ്റലായിട്ട് നമ്മുടെ സൈൻ ഇൻപുട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. കാരണം നമ്മൾ ഡിജിറ്റൽ സൈനിങ് പേപ്പർലെസ്സിനൊക്കെയാണല്ലോ കൊടുത്തത്. അപ്പോൾ ആ രീതിയിൽ സൈന് ഇൻപുട്ട് ചെയ്യാം. പിന്നെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമുക്ക് സേവ് ഡ്രാഫ്റ്റ് എന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ സേവ് ചെയ്ത് പോവാം. സോ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്നുകൂടി കാണാൻ പറ്റും. ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പാൻ കാർഡ് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് ചെയ്യാനുള്ളത്. ഇനി എന്തെങ്കിലും വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർ മെയിലായിട്ടോ മെസ്സേജായിട്ടോ അയക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഡീറ്റെയിൽസിൽ എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മെയിലായിട്ടും മെസ്സേജായിട്ടൊക്കെ വരും. അപ്പോൾ ഫോൺ നമ്പറും ഇമെയിൽ ID ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ ദിസ് ഈസ് അബൌട്ട് പാൻ കാർഡ് ആപ്ലിക്കേഷൻ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. So thanks for watching, thanks for supporting. Thank you.